കോപ്പ അമേരിക്കയിൽ 10ാം കിരീടം ലക്ഷ്യമിടുന്ന ബ്രസീലിന് ചൊവ്വാഴ്ച ആദ്യ മത്സരം. കോസ്റ്റാറിക്കയാണ് ബ്രസീലിന്റെ എതിരാളികൾ. രാവിലെ ഇന്ത്യൻ സമയം 6:30-നാണ് കളി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലടക്കം കഴിഞ്ഞ വർഷം തോൽവി സ്ഥിരമാക്കിയ ബ്രസീലിന് പുതിയ പരിശീലകൻ ഡോറിവൽ ജൂനിയറിൽ പ്രതീക്ഷയേറെയാണ്. 61-കാരന്റെ കീഴിൽ ടീം മെച്ചപ്പെട്ടു വരികയാണ്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഉറുഗ്വേ, അർജന്റീന ടീമുകളോട് തോറ്റ ബ്രസീലിന് നെയ്മറിന്റെ പരിക്കും തിരിച്ചടിയായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് മുന്നേറാൻ താരങ്ങളിൽ ആത്മവിശ്വാസം കുത്തിവെച്ചാണ് ഡോറിവൽ തുടങ്ങിയത്. വിനീഷ്യസ് ജൂനിയറിനെ നായക പദവിയിലേക്ക് ഉയർത്തി. വെംബ്ലി സ്റ്റേഡിയത്തിൽ സൗഹൃദ പോരിൽ ഇംഗ്ലണ്ടിനെ 1-0 തോൽപ്പിച്ചാണ് ഡോറിവലിന്റെ തുടക്കം. പിന്നീട് സ്പെയിനിനെതിരെ വമ്പൻ തിരിച്ചുവരവോടെ 3-3 സമനില പാലിച്ചു. കോപ്പയ്ക്ക് മുമ്പ് സന്നാഹ മത്സരത്തിൽ മെക്സിക്കോയെ മഞ്ഞപ്പട 3-2 തോൽപ്പിച്ചിരുന്നു. USA-യോട് 1-1 സമനിലയിലും കുരുങ്ങി. ഫ്ലോറിഡയിൽ 3 ആഴ്ചത്തെ പരിശീലനത്തിന് ശേഷമാണ് ടീം ആദ്യ കളിക്കിറങ്ങുന്നത്. കൗമാരതാരം എൻട്രിക്കാണ് ബ്രസീലിന്റെ പുതിയ പ്രതീക്ഷ. വിങ്ങറായും സ്ട്രൈക്കറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഏത് സ്ഥാനത്തും എൻട്രിക്ക് അനുയോജ്യനാണ്. ഡ്രിബ്ലിംഗിലും ഫസ്റ്റ് ടച്ചിലും കൃത്യമായ പാസുകൾ നൽകുന്നതിലും ഏതു ഭാഗത്തു നിന്ന് ഗോളടിക്കുന്നതിലും കഴിവ് പുലർത്തുന്നു എൻട്രിക്ക്. ബ്രസീലിന്റെ ഗോൾ വില കാക്കാനുള്ളത് ലിവർപൂളിന്റെ അലിസൺ ബക്കർ. പ്രതിരോധത്തിൽ PSG-യുടെ മാർക്കിനിയോസും ആഴ്സണലിന്റെ ഗബ്രിയൽ മഗേൽസും റയലിന്റെ എഡർ മിലിറ്റാവോയുമുണ്ട്. മിഡ്ഫീൽഡിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിന്റെ ലുക്കാസ് പക്കേറ്റയ്ക്ക് പണികൂടും. ബ്രസീൽ നിരയിൽ അല്പം ദുർബലമായ ഇടം മിഡ്ഫീൽഡാണ്. മുൻനിരയിൽ റയലിന്റെ വിനീഷ്യസും റോഡ്രിഗോയും എൻട്രിക്കും ചേരുമ്പോൾ എതിരാളികൾ വിറയ്ക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.